കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്ന് ഒരു പഠനം ആരംഭിച്ചിരിക്കുകയാണല്ലോ. നമ്മൾ ഇന്ന് 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ ഇതെല്ലാം ഒരു പാസ്റ്ററോട്, അല്ലെങ്കിൽ പൗലോസിൻ്റെ ആ ശുശ്രൂഷയിൽ വളർന്നു വന്ന തിമോത്തിയോസ് എന്ന പാസ്റ്ററോട് പറയുന്ന കാര്യങ്ങളാണ്. ഒരു ശുശ്രൂഷകൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒരു ശുശ്രൂഷകൻ എങ്ങനെ സഭയെ കൊണ്ടു നടക്കണം എന്നുള്ളതിനെക്കുറിച്ചും പൗലോസിൻ്റെ പഠിപ്പിക്കലാണ് നമ്മൾ ഈ തിമോത്തിയോസിൻ്റെ ലേഖനങ്ങളിൽ കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ 2-ാം അധ്യായത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം പക്ഷവാദവും പ്രാർത്ഥനയും മധ്യസ്ഥതയും കഴിക്കുന്നതിനെക്കുറിച്ചാണ്. ഈ പക്ഷവാദം എന്ന വാക്ക് നമ്മൾ കർത്താവ് നമുക്കായി പക്ഷവാദം ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും, ഇന്ന് നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എങ്ങനെ പക്ഷവാദം ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. പൗലോസ് പറയുന്നത്, എന്നാൽ സകല മനുഷ്യർക്കും നാം സർവ്വഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. സകലത്തിന് മുൻപേ പ്രബോധിപ്പിക്കുന്നു. ഓക്കെ, അത് ഇവിടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദെൻ ഐ അർജ് സപ്ലിക്കേഷൻസ് പ്രേയേഴ്സ് ഇൻ്റർസെഷൻസ് ആൻഡ് താങ്ക്സ് ഗിവിംഗ് ബി മെയ്ഡ് ഫോർ ഓൾ പീപ്പിൾ. ഈ ഇൻ്റർസെഷൻ അല്ലെങ്കിൽ പക്ഷവാദം എന്ന് പറയുന്നത് നമ്മൾ ജാതികൾക്ക് വേണ്ടി, അതായത് രാജാക്കന്മാർക്ക് വേണ്ടി നിർവഹിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഇപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അവർ രക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണോ ഇതെന്ന്. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. രക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ള പക്ഷവാദം യേശുക്രിസ്തുവിന് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം, കർത്താവെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വെളിച്ചം കൊടുക്കണമേ, വെളിച്ചം പകർന്നു കൊടുക്കാൻ ആരെങ്കിലും അവരെടുത്ത് വിടണമേ, അവർക്ക് രക്ഷിക്കപ്പെടാൻ അവിടുന്ന് എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഇൻ്റർസെഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് രക്ഷയ്ക്കായുള്ള ഇൻ്റർസെഷൻ, മധ്യസ്ഥത യേശുക്രിസ്തുവിനുള്ളത് വരെ ആർക്കും നിർവഹിക്കാൻ സാധ്യമല്ല. ഇത് വളരെ ലളിതമായി പറഞ്ഞാൽ ഇവിടെയുള്ള പ്രാർത്ഥന ഇതാണ്: സകല മനുഷ്യർക്കും നാം സർവ്വഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്. ഇപ്പോൾ നമുക്ക് ഏത് രാജ്യത്തിനും നമുക്ക് സ്വസ്ഥത ആവശ്യമാണ്. ഭരണാധികാരികൾ വിവേകമുള്ളവരാകുമ്പോൾ ആ ദേശത്തിന് സ്വസ്ഥതയുണ്ടാകും. നമ്മൾ സ്വസ്ഥതയുള്ളൊരു ദേശത്ത് താമസിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. കാരണം അവിടെയാണ് നമുക്ക് എല്ലാവരോടും സുബോധത്തോടും ഘനത്തോടും കൂടെ സർവ്വഭക്തിയോടും കൂടെ ജീവിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ രാജാക്കന്മാരും ക്ഷമമായിരിക്കുന്നതിനും അവർ സമാധാനത്തോടെ ഈ രാജ്യം നല്ല രീതിയിൽ ഭരിക്കേണ്ടതിനും വേണ്ടി അവർക്ക് വേണ്ടി യാചിക്കുകയും പ്രാർത്ഥിക്കുകയും പക്ഷവാദം ചെയ്യുകയും ചെയ്യണം എന്ന് നമ്മൾ ഇവിടെ കാണാം. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാജാക്കന്മാരെ മാറ്റുവാനുള്ള അധികാരം നമുക്കുള്ളതല്ല, ദൈവത്തിനുള്ളതാണ്. അപ്പോൾ ഓരോ ദേശത്തിനും പറ്റിയ രാജാക്കന്മാരെ അല്ലെങ്കിൽ അധികാരികളെ നിയമിക്കുന്നത് ദൈവമാണ്. ഒരുപക്ഷെ നമുക്കത് ഉപദ്രവമായി വന്നേക്കാം, ഒരുപക്ഷെ നമുക്ക് അനുകൂലമായി വന്നേക്കാം. നമുക്ക് ജനാധിപത്യം എന്നുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് വോട്ട് ചെയ്യാം. പക്ഷേ ആരെയാണോ ദൈവം നിയമിക്കുന്നത് അവരെ വെറുക്കാതെ അവരെ ബഹുമാനത്തോടെ കണ്ട് അവർക്ക് വേണ്ടി യാചനയും അപേക്ഷയും കഴിക്കണമെന്നുള്ളത് ഒരു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോസ്തലനായ പൗലോസ് അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് പലപ്പോഴും ഒരു ക്രൗഡ് മോങ്കറിങ് ഉള്ളതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ അവരെ വെറുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. നമുക്ക് ആശയപരമായ വ്യത്യാസങ്ങൾ പലരുമായിട്ടുണ്ടാകാം, പക്ഷെ ഇത് വെറുപ്പായിട്ട് വളരുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. ഇന്ന് ഹെയ്റ്റ് എന്ന് പറയുന്ന എല്ലായിടത്തും വർദ്ധിച്ചു വരികയാണ്. അത് വിശ്വാസ ഗോളത്തിനകത്തും ഹെയ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ ആളുകളെ വെറുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് എതിരെ പ്രവർത്തിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ന് വളരെയധികം വിപുലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മോട് എഗ്രി ചെയ്യാത്തവർ, അല്ലെങ്കിൽ ദുഷ്ടന്മാരെന്ന് നമ്മൾ അനുമാനിക്കുന്നവർ, ദൈവമാണ് അവരെ ആക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ആക്കി വച്ചിരിക്കുന്ന രാജത്വത്തോട് നമ്മൾ ബഹുമാനം കാണിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും, എന്നാൽ ദൈവത്തോട് ലോയലായിരിക്കുകയും കർത്താവിനോട് വിശ്വസ്തരായിരിക്കുകയും ഈ പറയുന്ന രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് നമ്മൾ ഈ വാക്യങ്ങളിൽ കാണുന്നു. അതിൻ്റെ ഉദ്ദേശം സകല മനുഷ്യരും സ്വസ്ഥതയോടെ ജീവിക്കുവാനും സകല മനുഷ്യർക്കും കർത്താവെ അറിയുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതിനും ഒരു സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ ദൈവം നൽകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് 3-ാം വാക്യത്തിൽ പറയുന്നത്, അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അപ്പോൾ രാജാക്കന്മാർക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ദൈവത്തിന് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് നല്ലതും പ്രസാദകരവുമാകുന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു ഇൻ്റർസെഷനാണ്, സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ഇൻ്റർസെഷൻ, ഒരു പക്ഷവാദമാണ്. നമ്മുടെ നേതാക്കന്മാർക്ക് വേണ്ടി, നമ്മളെ ഭരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നവർക്ക് വേണ്ടി ഉള്ളൊരു പക്ഷവാദമാണ്. അവർ രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുകയും രാജ്യത്തെ നല്ല പരിപാലനം ചെയ്യുകയും നമുക്ക് സമാധാനമായി ജീവിക്കാൻ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദകരം. അല്ല, ദൈവത്തിൻ്റെ അധികാരം ദൈവത്തിന് തന്നെ കൊടുത്തിട്ട് നമുക്ക് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ പ്രാർത്ഥനയിലേക്ക് കടക്കുമ്പോൾ അത് ദൈവത്തിന് വളരെ പ്രസാദകരവും അത്
നല്ലതുമാണ് അവൻ്റെ സന്നിധിയിലെന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. എപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് വേദപുസ്തകം പറയുന്നു. ഈ പ്രാർത്ഥനയുടെ ഘടകങ്ങൾ നമ്മൾ പലപ്പോഴും നേരത്തെ കണ്ടിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ആത്മീക വർദ്ധന, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുവാനുള്ള ആത്മീക കൃപ എനിക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ അന്നന്നുള്ള ആഹാരത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ പിതാവിനോട് എന്തും നമുക്ക് അപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇങ്ങനെ അനേകം ലെവലിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഈ പ്രാർത്ഥനയെല്ലാം ദൈവത്തിന് പ്രസാദകരവും ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ നല്ലതുമാണ്. 4-ാം വാക്യത്തിൽ അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാ മനുഷ്യരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വരണമെന്ന് തന്നെയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം നിറവേറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നിറവേറുന്നതായി നമ്മൾ കാണുന്നില്ല. ഈ ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ വില്ല് ആൻഡ് ഹിസ് ഡിക്രീസ്, ഇതിനകത്ത് 2 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ദൈവത്തിന് സകല മനുഷ്യരോടുമുള്ള സ്നേഹം. മറ്റൊന്ന്, നീതി നിർവഹിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ജഡ്ജിങ്, ആ റൈച്ചസ് ഗോഡ് എന്നുള്ള ആ ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്. ഇത് രണ്ടും ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും രക്ഷയിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ലവ് പോലെ തന്നെ വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ് ദൈവത്തിൻ്റെ ജസ്റ്റിസ് എന്നുള്ളതുകൊണ്ട് അത് സാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. വെൻ വി ലുക്ക് അറൗണ്ട്, നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമ്മൾ കാണുന്ന അനേകം ആളുകൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സുവിശേഷമായിട്ട് സകല മനുഷ്യരിലേക്ക് എത്തണമെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാൻ, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പോൾ ഈ വാക്യം ഇങ്ങനെ തന്നെയാണ്. നമുക്കതിനകത്ത് എല്ലാ വാക്യങ്ങളും നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മൾ ആ ഈസവും ഈ ഈസവും അല്ല പറയുന്നു, ആ വാക്യം എന്ത് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സമാധാന അന്തരീക്ഷം ഒരു രാജ്യത്തുണ്ടായിക്കഴിഞ്ഞാൽ സകല ജാതികളുടെ സുവിശേഷം എത്താൻ എളുപ്പമുണ്ട്. യുദ്ധകാലത്ത് അത് എളുപ്പമല്ല. അപ്പോൾ സമാധാനം ഉണ്ടാകണം, നല്ല ജീവനം കഴിക്കണം. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സകല ആളുകളുടെ ചെവിയിലേക്കും ഈ സുവിശേഷം എത്തിക്കുവാൻ അത് ആവശ്യമാണ്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ നമുക്ക് വേദശാസ്ത്രപരമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആകെ ഒരു മധ്യസ്ഥനെ ദൈവവും മനുഷ്യനും മനുഷ്യരുടെ ഇടയിലുള്ളൂ. ഇത് നമ്മൾ ഇപ്പോൾ കത്തോലിക്ക സഭ വരെ അത് അഫേം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദർ ഇസ് ഓൺലി വൺ മീഡിയേറ്റർ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് പീപ്പിൾ ആൻഡ് മാൻ. അത് യേശുക്രിസ്തു മാത്രമാണ്. ഈ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ, യേശുക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ ഒരിക്കലായി എന്നേക്കുമായി കഴിച്ച, അവിടെയാണ് നമ്മുടെ വിശ്വാസം വ്യത്യസ്തമാകുന്നത്. കർത്താവ് ഒരിക്കലായി എന്നേക്കുമായി കഴിച്ച യാഗം നമ്മെ വിശുദ്ധരാക്കി മാറ്റിയിരിക്കുന്നു. ഈ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ഈ അനുദിനം ജീവിച്ചും വിശ്വസിച്ചും പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് വിശുദ്ധർ എന്ന ടൈറ്റിൽ ദൈവം കർത്താവിൻ്റെ മരണത്താൽ, ക്രൂശ് മരണത്താൽ നമുക്ക് നൽകിയിരിക്കുന്നു. അത് ഇവിടെ പറയുന്നത് ദൈവം ഒരുവനാണ്, ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ എന്നുള്ളൊരു വാക്ക് സത്യത്തിൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ മതപരമായ ഭയങ്ങളെ എടുത്തു കളയുകയാണ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുവാൻ ഒരു മധ്യസ്ഥൻ്റെയും ആവശ്യമില്ല. നിങ്ങൾ പിതാവിനോട് നിലവിളിച്ചാൽ പുത്രനിലൂടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരുവാൻ, എല്ലാ പ്രശ്നങ്ങൾക്കും മറുപടി തരുവാൻ, നിങ്ങൾക്കൊരു കർത്താവിൻ്റെ രക്ഷയിലേക്കുള്ള വഴി തുറക്കുവാൻ ദൈവത്തിന് സാധിക്കും. അതിനൊരു മധ്യസ്ഥൻ്റെയും ആവശ്യമില്ല. പ്രിയ സഹോദരങ്ങളെ, എല്ലാ മതങ്ങളും മധ്യസ്ഥന്മാരെ വെച്ചാണ് പണിയുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ മതചൂഷണം നടക്കുന്നത് നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ വിശ്വാസികൾ, പാസ്റ്റർമാർ, അവർ വളരെ സൂപ്പർ പവർ ഉള്ളവരായി ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾക്കില്ലാത്ത എന്തോ ഒരു ആക്സസ് ഉണ്ടെന്ന് അഭിനയിച്ച് നിങ്ങളുടെ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് ഈ മതത്തെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അത് അവർക്കൊരു ഉപജീവന മാർഗമാണ്. ഞാൻ നിങ്ങളോട് ഇത് പറയാനുള്ള കാരണം, കർത്താവ് എന്ന ഏക മധ്യസ്ഥനെ നമുക്ക് എല്ലാവർക്കുമായി തന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പിതാവിൻ്റെ അടുത്ത് ചെല്ലുവാൻ, അല്ലെങ്കിൽ ഒരു വിഷയം കർത്താവിനോട് പറയുവാൻ മൂന്നാമതൊരാളെ സമീപിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ദൈവം നമ്മളെ മക്കളെന്ന് വിളിക്കുവാൻ തക്കവണ്ണം നമ്മിൽ പ്രസാദിച്ചിരിക്കുന്നു. നമ്മൾ അവൻ്റെ പിതൃത്വം ആസ്വദിക്കുമ്പോൾ നമുക്ക് ഒരു മനുഷ്യൻ്റെയും ആവശ്യമില്ലാതെ, ഒരു ഇടനിലക്കാരൻ്റെ, ഒരു പുരോഹിതൻ്റെ, അല്ല ഒരു പാസ്റ്റർ പറയാണ് ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം വിടുതൽ തരും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. കാരണം പ്രാർത്ഥിക്കുവാൻ ദൈവം ആരെയും ഏൽപ്പിച്ചിട്ടില്ല. പ്രാർത്ഥനാ വരമുള്ളവർ, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരില്ല. നിങ്ങളും പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയും സകലർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇടയിൽ നടക്കുന്ന പ്രാർത്ഥനാ ചൂഷണങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെടും, ഞങ്ങളുടെ അഭിഷേകത്തിന് വന്നാൽ ഇതൊക്കെ യേശുക്രിസ്തു അല്ലാത്ത മധ്യസ്ഥന്മാരെ,
സൃഷ്ടിക്കുന്ന പരിപാടികളാണ്. ഇങ്ങനെയാണ് ഇന്ന് അനേകം ആളുകൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു സഭയിൽ നമ്മൾ കൂടി വരുമ്പോൾ ആ സഭയിലുള്ള എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാം. അവിടുത്തെ ശുശ്രൂഷകർക്ക് അവിടെ കൂടി വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം, ജനങ്ങൾക്ക് ശുശ്രൂഷകർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഇനി ആരെങ്കിലും വിശ്വാസത്തിൽ തളർന്നവരായി, രോഗികളായി, അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ വിശ്വാസത്തിൽ വളർത്താൻ പറ്റിയ മൂപ്പന്മാരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം. ഇതെല്ലാം സാധ്യമാണ്. പക്ഷേ ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിൽ നിങ്ങളുടെ കാര്യം സാധിച്ചു തരുന്ന മധ്യസ്ഥന്മാരില്ല. അത് ബൈബിളിൽ അങ്ങനെ ഒരു പ്രയോഗമില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല. കാരണം ദൈവം എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്നു. അത് ആരുടെയും മെറിറ്റ് നോക്കിയിട്ടല്ല, ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലുള്ള നമ്മുടെ പ്രവേശനം ഒരുപോലെയാണ്. ഈ മതം തകരുമ്പോൾ അത് ഒത്തിരി പേര് അസ്വസ്ഥമാക്കും എന്നുള്ളത് ശരിയാണെങ്കിലും നമ്മൾ രക്ഷപ്പെടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ വിശ്വാസം നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. നിങ്ങൾ ഇന്ന് ഏതെങ്കിലും ഒരു അടിമത്തത്തിൽ പെട്ടിരിക്കുകയാണെങ്കിൽ, ഒരു ആത്മീക അടിമത്തത്തിൽ, അതൊരു കോട്ട പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഒരു തിങ്കിങ് പാറ്റേൺ ആണ്, എന്നെ ദൈവം അംഗീകരിക്കില്ല, ഞാൻ ശരിയല്ല, അയാൾ വളരെ ശരിയാണ്. അയാൾ വളരെ ശരിയാണ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എല്ലാ മനുഷ്യരും അവരുടെ ബലഹീനതയോട് പോരാടി, പാപത്തോട് പോരാടി തന്നെയാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ജീവിതാന്ത്യം വരെ നമ്മൾ പാപത്തോട് പോരാടി ജയിക്കേണ്ടവരാണ്. അങ്ങനെയാണ് ദൈവം നമ്മുടെ വിളിയും അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യരും വേറൊരു മനുഷ്യരെക്കാൾ ശ്രേഷ്ഠരാണ് എന്ന് നമുക്ക് മെഷർമെൻറ്റിൽ പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ബഹുമാനത്താൽ സകല മനുഷ്യരെയും നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ സാധിക്കും. അത് കാരണം എന്നെ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അതിൻ്റെ അർത്ഥം എന്നേക്കാൾ കൂടുതൽ ആക്സസ് ഉള്ള വേറൊരാളുണ്ടെന്നല്ല. ക്രിസ്തുവിന് മാത്രമേ പിതാവിൻ്റെ അടുക്കൽ ആക്സസ് ഉള്ളൂ. ക്രിസ്തുവിന് മാത്രമേ നമ്മുടെ മധ്യസ്ഥനായിരിക്കുവാൻ സാധ്യമാവുകയുള്ളൂ എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഈ വഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് വീണ്ടും ആവർത്തിക്കുന്നത്. ഇന്ന് ഈ വഞ്ചനയിൽ അകപ്പെട്ട അനേകം ആൾക്കാർ പ്രാർത്ഥിച്ച് കാര്യം സാധിക്കാൻ കഴിവുള്ള ആളുകൾ അന്വേഷിച്ചു പോകുന്നു. പല ആളുകളും സഭകൾ വിട്ടല്ലേ, മതങ്ങൾ വിട്ടു പോകുന്നത് ക്രിസ്തുവിലേക്കല്ല എന്നുള്ളതാണ് അപകടകരമായ കാര്യം. വ്യക്തികളിലേക്കാണ്. ഈ വ്യക്തികൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുമെന്നവർ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ അപകടകരമാണ് ഗുരുക്കന്മാർ. ഞാൻ എൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്ന കുറേ ആളുകൾ. അങ്ങനെയുള്ള ആൾക്കാരില്ല. നമ്മളെ ദൈവം വിട്ടിരിക്കുന്ന ക്രിസ്തുവിന് ശിഷ്യന്മാരുണ്ടാക്കാൻ വേണ്ടിയാണ്. ഇഫ് യു ഫോളോ ക്രൈസ്റ്റ് യു ആർ എ ബ്രദർ ടു മീ. അത്രയേ ഉള്ളൂ. നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണോ, നിങ്ങൾ എൻ്റെ സഹോദരനാണ് അല്ലെങ്കിൽ സഹോദരിയാണ്. ഇത്രയുമേ ഉള്ളൂ. അങ്ങനെ സഹോദരങ്ങളെ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ആ ഒരു കർത്താവിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളെയൊക്കെ നിയോഗിച്ചിരിക്കുന്നത്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുപടിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഈ മനുഷ്യനായ ക്രിസ്തു യേശു എന്ന് പറയുന്ന ഒരു വളരെ ഭയങ്കരമായൊരു പ്രയോഗമാണ്. അതിൻ്റെ കാരണം സൺ ഓഫ് ഗോഡ് എന്നുള്ള പ്രയോഗത്തെക്കാളും കട്ടിയുള്ളൊരു പ്രയോഗമാണ് സൺ ഓഫ് മാൻ. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് വാഗ്ദത്തങ്ങളുടെ ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് യഹൂദന്മാർ ആ ആൾക്കാർ കേട്ടുകൊണ്ടിരുന്നത്. കാരണം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ആ മനുഷ്യപുത്രനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ മനുഷ്യപുത്രൻ എന്നുള്ളത് ഒരു ടൈറ്റിലാണ്, യേശുക്രിസ്തുവിൻ്റെ ടൈറ്റിലാണ്. ആ ടൈറ്റിൽ അറിയപ്പെടാനാണ് കർത്താവ് ആഗ്രഹിച്ചത്. കാരണം ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ അവൻ മനുഷ്യരൂപം എടുത്തു, മനുഷ്യനായി, മനുഷ്യൻ്റെ പുത്രനായി, അതായത് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവായി ഇവിടെ വന്നു. എന്നാൽ അവനെക്കുറിച്ച് ദാവീദ് പറയുന്ന കാലാതീതൻ എന്നാണ്, ദ ഏൻഷ്യൻ്റ് ഓഫ് ഡേയ്സ്, സകല കാലത്തിന് മുൻപേ ഉള്ളവൻ. അപ്പോൾ അത് മനുഷ്യനായി വരിക എന്ന് പറയുന്നതിന് ആ കർത്താവിൻ്റെ ഓഫീസ്, കർത്താവ് എന്ത് ശുശ്രൂഷയാണ് ചെയ്തതെന്നുള്ളതിനെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പോസ്തലനുമായി, ബോഷ്കല്ല പരമാർത്ഥം തന്നെ പറയുന്നു, ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിശ്വാസവും സത്യവും ജാതികളെ അറിയിക്കാൻ വേണ്ടി പൗലോസിനെ കർത്താവ് നിയോഗിക്കുകയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ജാതികളെ പൗലോസ് അറിയിച്ച അതേ സുവിശേഷം തന്നെയാണോ പത്രോസും മറ്റു ശിഷ്യന്മാർ ഇവിടെ ഒന്ന് അറിയിച്ചത്? തീർച്ചയായിട്ടും യഹൂദന്മാരെ അറിയിച്ചതും ജാതികളെ അറിയിച്ചതും ഒരു സുവിശേഷമാണ്. ഒരു വിശ്വാസമേ ഉള്ളൂ. രണ്ട് വിശ്വാസങ്ങളില്ല, രണ്ട് പ്രമാണങ്ങളില്ല. ഒറ്റ വിശ്വാസം തന്നെയാണ് പത്രോസ് പ്രസംഗിച്ചതും പൗലോസ് പ്രസംഗിച്ചതും. പൗലോസ് പറയുന്നത് ഞാൻ ജാതികളോട് പ്രസംഗിച്ചു. പത്രോസ് പറയുന്നു ഈ ജാതികളോട് പ്രസംഗിച്ച പൗലോസ് തന്നെ പത്രോസ് ആർക്കാണോ ആ കത്ത് എഴുതിയത് അവർക്കും ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പൗലോസിൻ്റെയും പത്രോസിൻ്റെയും ലേഖനങ്ങൾ എല്ലാം പൊതു ആയ കർത്താവിൻ്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടിയാണ്. അതിൽ യഹൂദനുമുണ്ട്, യവനനുമുണ്ട്. സകല മനുഷ്യർക്കും രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തു എന്ന ഏകനാമമല്ലാതെ വേറെ ഒന്നും പിതാവ് നൽകിയിട്ടില്ല. അതുകൊണ്ട് യഹൂദനെന്നുമില്ല, യവനനെന്നുമില്ല. രണ്ട് വ്യത്യസ്തമായ സുവിശേഷങ്ങളില്ല, രണ്ട് വ്യത്യസ്തമായ പദ്ധതികളില്ല. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ പിതാവിൻ്റെ അടുക്കലെത്തുവാൻ ആരെ കൊണ്ടും സാധ്യമല്ല. ഓക്കെ, അതുകൊണ്ട് ജാതികളെ വിശ്വാസ സത്യം ഉപദേശിപ്പിക്കാൻ പൗലോസിനെ വിട്ടപ്പോൾ അതേ സത്യങ്ങൾ യഹൂദന്മാരോട് പറയുവാൻ മറ്റു ശിഷ്യന്മാരെ ഉപയോഗിക്കായിരുന്നു. നിങ്ങൾ ഒരു കാര്യം കൂടെ
ഇതിൻ്റെ കൂടെ ചിന്തിക്കാനായിട്ടുണ്ട്. തോമാസ് ലീഹ ഇന്ത്യയിൽ വന്നുവെന്ന് പലരും പറയുന്നു. ചിലർ പറയും തോമസ് വന്നില്ല, ബർത്തലോമിയാണ് വന്നത്. ഏതായാലും ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ, സുവിശേഷകർ കർത്താവിൻ്റെ ശിഷ്യന്മാർ തന്നെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ വന്നിരുന്നു. പല ശുശ്രൂഷകരും ഈ പൗലോസ് അല്ലാതെ, പത്രോസ് അല്ലാതെ, ബാക്കിയുള്ള യാക്കോബും യോഹന്നാനും അല്ലാതെ അനേക ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ശിഷ്യന്മാരെല്ലാം യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോവുകയായിരുന്നു. അവരുടെ എല്ലാം സാക്ഷ്യങ്ങളും അനുഭവങ്ങളും എല്ലാം യഹൂദന്മാരോട് മാത്രമല്ല അവർ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്, ജാതികളോട് അവർ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പ്രൈമറിലി പൗലോസിനെ പ്രത്യേകമായി ആ ഒരു പശ്ചാത്തലത്തിൽ ജാതികളുടെ അടുത്തേക്ക് വിട്ടു എന്ന് പറയുന്നത്, ജാതികളുടെ അടുത്തേക്ക് സുവിശേഷം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ച ഏറ്റവും വലിയ മാധ്യമം പൗലോസ് ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇനി നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള വ്യക്തിപരമായ ചില ഇൻസ്ട്രക്ഷൻസിലേക്കാണ് കിടക്കുന്നത്. 8-ാം വാക്യം മുതൽ പറയുന്നു, സ്ത്രീകൾ പുരുഷന്മാർ എങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കണം, ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം, ഒരു പുരുഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ള ബിബ്ലിക്കൽ ബേസിസ് ഓഫ് മാൻഹുഡ് ആൻഡ് വുമൻഹുഡ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാനുള്ള അധികാരം എനിക്കില്ല. ഇത് നിങ്ങളുടെ മുമ്പിൽ ഗ്രാമാറ്റിക്കലി കറക്റ്റായ സെൻറ്റൻസുകൾ, വാക്യങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വേദപുസ്തകത്തിലുണ്ട്. അത് ഏത് മനുഷ്യനും ബുദ്ധിയോടെ വായിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഇതിനോട് കൂട്ടിച്ചേർക്കുവാനോ കുറയ്ക്കുവാനോ ആർക്കും സാധ്യമല്ല. ഇതിന് പല അലങ്കാരങ്ങൾ നൽകി ഇതിങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പറയാതെ ധൈര്യമായി ഇത് വ്യാഖ്യാനിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അർത്ഥം ഗ്രാമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവുകയും വേണം. അതുകൊണ്ട് ഒന്നും കലർത്താതെ, പൗലോസ് പറഞ്ഞ പോലെ ഒന്നും കലർത്താതെ പരമാർത്ഥം തന്നെ പറയേണ്ടത് ആവശ്യമായതുകൊണ്ട് 8-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? കോപവും വാഗ്വാദവും പുരുഷന്മാർക്ക് ഇത്തിരി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് വാഗ്വാദം, ഡിബേറ്റ്. ഈ ഡിബേറ്റുകളെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ബഹളമാണ്. എന്നെ ഡിബേറ്റിന് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനോടൊരു കോളിംഗ് ഇല്ല. അതിന് കാരണമുണ്ട്. പക്ഷേ ഞാനതൊരിക്കലും ചെയ്യാനും പോകുന്നില്ല. ഞാൻ പുതുതായി ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആരുടെ മുമ്പിൽ ഒന്നും തെളിയിക്കേണ്ട കാര്യമില്ല. വചനമായിട്ട് പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കോപം ആൻഡ് വാഗ്വാദം ഇത് നടക്കാത്ത സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് പറയാണ്, വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾ ഇത് രണ്ടും വിടണം. ചില ആൾക്കാർക്ക് ചർച്ച ചെയ്തേ പറ്റുള്ളൂ. ഈ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മിൽ വസിക്കുമ്പോൾ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നവരായിട്ടല്ല, ഇറങ്ങി കർത്താവിൻ്റെ വേല ചെയ്ത് രക്ഷയുടെ ആ സുവിശേഷം പറഞ്ഞ ആളുകളെ രക്ഷിക്കുന്നവരായിട്ട് മാറുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം. ഈ വിശുദ്ധ കൈകൾ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ മലിനതകളിൽ നിന്ന് വിട്ട് ഒരു ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റുന്ന ആളുകളായിട്ട് കൈ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യുവാനുള്ള ആ നല്ല മനസാക്ഷി നമുക്ക് വേണമെന്നുള്ളതാണ്. അതിനർത്ഥം നമ്മൾ പെർഫെക്റ്റ് ആണെന്നല്ല, പക്ഷേ ഇതിനെ വിട്ടോടുന്നവരായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, 9-ാം വാക്യത്തിൽ പറയുന്നു, അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. ഈ ലജ്ജ എന്ന് പറയുന്നത് ഒരു ശീലമാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഷെയിം അല്ലെങ്കിൽ ഷൈനസ് ആ ഒരു അർത്ഥത്തിലല്ല അതിനെ കാണേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. ലജ്ജ എന്ന് പറയുന്നത് എല്ലായിടത്തും എടുത്തിയാടി അഭിപ്രായം പറയാൻ പോകാതെ അടക്കമൊതുക്കം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെ ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടി തങ്ങളെ അലങ്കരിക്കണം. ഓക്കെ, അവിടെ എഴുതിയിരിക്കുന്നത് വിത്ത് മോഡസ്റ്റി ആൻഡ് സെൽഫ് കൺട്രോൾ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. മോഡസ്റ്റി, ബി മോഡസ്റ്റ്. ഒത്തിരി ഫ്ലാംബോയൻ്റ് ആകരുത്, അതാണ് മോഡസ്റ്റിയുടെ ഓപ്പോസിറ്റ്, ഫ്ലാംബോയൻസി. അധികം ഉയരാതെ താഴ്മയോടെ എല്ലായിടത്തും കയറി ഇടപെടാതെ മോഡസ്റ്റായ ഒരു പ്രസൻറ്റേഷൻ ഓരോ സ്ത്രീയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ പുരുഷന്മാരും വാഗ്വാദം ചെയ്യരുത്, സ്ത്രീകളും അതുപോലെ താഴ്മയുള്ളവരും സുബോധമുള്ളവരും ബഹളം വയ്ക്കാത്തവരുമാകണമെന്നുള്ളതാണ്. യോഗ്യമായ വസ്ത്രം ധരിക്കണം. ഈ യോഗ്യമായ വസ്ത്രം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന് പലതരത്തിൽ നമുക്ക് നിർവചിക്കാം. ഓരോ ദേശത്തും അതിന് വ്യത്യാസമുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ജീവിക്കുന്ന കൾച്ചറൽ മെലിയോ, അവിടെ നമ്മൾ കാണുന്നത് ശരീരം മറച്ച്, പ്രോപ്പറായിട്ട് മറച്ച് വസ്ത്രം എന്തിനു വേണ്ടിയാണോ ദൈവം നൽകിയിരിക്കുന്നത് അത് പൂർണ്ണമായി ഉപയോഗപ്പെടുന്ന രീതിയെ മറ്റുള്ള മനുഷ്യരുടെ കാമനകളെ ഉണർത്താതെ, അവരെ ബുദ്ധിമുട്ടിലാക്കാതെ, അവരെ പ്രലോഭിപ്പിക്കാതെ യോഗ്യമായ വണ്ണം, ഉചിതമായ വണ്ണം, ഒരു സമൂഹത്തിന് പറ്റിയ രീതിയിൽ വസ്ത്രം ധരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം നമ്മുടെ സാക്ഷ്യത്തിൻ്റെ ഭാഗമാണ് നമ്മൾ എങ്ങനെ വസ്ത്രം ധരിക്കുന്നു എന്നുള്ളത്. ഫാഷൻ പോകുന്നതനുസരിച്ച്, കാലത്തിൻ്റെ ഗതി അനുസരിച്ച് വസ്ത്രധാരണത്തിൽ വ്യത്യാസം
വരുത്തുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് യോഗ്യമായ വസ്ത്രം എന്ന് പറയുന്നത് ശരീരത്തെ മറയ്ക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ്. അടുത്തത്, യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടി തങ്ങളെ അലങ്കരിക്കണം. പിന്നിയ മുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല ദൈവഭക്തി സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാവണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ അലങ്കരിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. എങ്ങനെയൊക്കെയാണ് നമ്മൾ അലങ്കരിക്കുന്നത്? നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്നു, തലമുടി ആകെ അലങ്കോലമായി കിടക്കുന്നു, അത് ചീകി വയ്ക്കുന്നു. ഓക്കെ, ദാറ്റ്സ് കൺസിഡേർഡ് നെസസറി ബൈ എവരി വൺ. ഇനി അറിയില്ല, ഇനി ഇത് പാവമാണെന്നാലും പറയുമെന്ന് എനിക്കറിയത്തില്ല, ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. ചിലർ പൗഡർ ഇടുന്നു, ചിലർ ഇടുന്നില്ല. ചിലർ തലമുടി പിന്നുന്നു, ചിലർ പല മടക്കായിട്ട് പിന്നുന്നു, ചിലർ ഒരു പ്രാവശ്യം പിന്നുന്നു, ചിലർ മുത്തിടുന്നു, പൊന്നിടുന്നു, വിലയേറിയ വസ്ത്രം ധരിക്കുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവയൊന്നും നിങ്ങൾ അലങ്കരിക്കാൻ പോകുന്നില്ല. എന്ത് നിങ്ങൾ ചെയ്താലും അലങ്കരിക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അവൻ മനുഷ്യരുടെ മുമ്പിൽ ബഹുമാനിക്കപ്പെടുന്നത് നിങ്ങൾ പുറമേ ഉള്ള എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല. ഈ വക ഒരു കാര്യങ്ങളല്ല, എത്ര നല്ല വസ്ത്രം ധരിച്ചു തന്നാലും, എത്ര യോഗ്യമായ, എത്ര വിലയേറിയ വസ്തുക്കൾ കൊണ്ട് നിങ്ങളെ തന്നെ അലങ്കരിച്ചാലും നിങ്ങൾ ഒരിക്കലും അലങ്കരിക്കപ്പെടാൻ പോകുന്നില്ല. കാരണം ദൈവം അങ്ങനെ ഒരു അലങ്കാരമല്ല നമുക്ക് വെച്ചിരിക്കുന്നത്. എന്ത് അലങ്കാരമാണ് ദൈവം വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൽപ്രവൃത്തികളെ കൊണ്ടുള്ള അലങ്കാരമാണ്. പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടെ അത് ക്ലാരിറ്റി അവിടെ നമുക്ക് കാണാം. 1 പത്രോസ് 3-ാം അധ്യായത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ തങ്ങളെ തന്നെ അലങ്കരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. ഈ പത്രോസിന്റെ ലേഖനം 3:3 വായിക്കുമ്പോൾ, നിങ്ങളുടെ അലങ്കാരം മുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. അപ്പോൾ പുറമേ ഉള്ള എന്ത് ചെയ്താലും നിങ്ങൾ അലങ്കരിക്കപ്പെടുന്നില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് കർത്താവ് തന്ന മുഖം കണ്ണാടി കാണുമ്പം കർത്താവേ സ്തോത്രം, എന്നെ ഇത്ര മനോഹരമായി സൃഷ്ടിച്ചതിനായിട്ട് സ്തോത്രം എന്ന് തോന്നും. നല്ല കാര്യം, അതാണ് കറക്റ്റ്. ചില ആൾക്ക് ഇത്തിരി പൗഡർ ഇട്ടാൽ കുറച്ചുകൂടെ നന്നാവും തോന്നും. ഇതെല്ലാം മനുഷ്യരുടെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് മാറുന്ന കാര്യമാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എന്ത് ചെയ്താലും ഇതിനകത്തൊരു വേറൊരു അലങ്കാരമുണ്ട്. സൗമ്യതയും സാവധാനതയുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ. അതായത് ഹൃദയത്തിൽ നമുക്ക് വെളിയിൽ കാണാൻ പറ്റാത്ത അകത്തുള്ള ഒരു പുരുഷനുണ്ട്, ഒരു വ്യക്തിയുണ്ട്, ഒരു ഗൂഢമനുഷ്യനുണ്ട്. ആ മനുഷ്യൻ എങ്ങനെയുള്ളതാണെന്നുള്ളതാണ് ആളുകൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ പല ആൾക്കാരും നല്ല അലങ്കാരങ്ങളൊക്കെ കണ്ടു ഭയങ്കര സ്റ്റൈലെന്നൊക്കെ വിചാരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ചെന്ന് വാ തുറക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ശൈലിയൊക്കെ പുറത്ത് മാത്രമേ ഉള്ളൂ, വാ തുറന്നാൽ പറയുന്നത് മുഴുവൻ മോശമാണ്. അപ്പോൾ എന്തെങ്കിലും അലങ്കാരം ഉള്ളതായിട്ട് ആൾക്കാർക്ക് അനുഭവപ്പെടുമോ? ഇല്ല. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പുറമേ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണം. അക്ഷയഭൂഷണം എന്ന് പറഞ്ഞാൽ അക്ഷയമായ ഭൂഷണം. ഭൂഷണം എന്ന് പറഞ്ഞാൽ അലങ്കാരം, ഒരിക്കലും നശിച്ചു പോകാത്ത അലങ്കാരം എന്ന് പറയുന്നത്. ഇതെല്ലാം മറ്റ് പുറമേ നമ്മൾ ചെയ്യുന്ന എല്ലാം നശിച്ചു പോകും അല്ലേ? ഇന്ന് നമ്മൾ രാവിലെ തലമുടി ചെയ്യുക, നാളെ രാവിലെ പിന്നെയും ചെയ്യേണ്ടി വരും. കാരണം ഇത് താൽക്കാലികമാണ്. പക്ഷെ അക്ഷയഭൂഷണമായ ദൈവം നമുക്ക് തരുന്ന അലങ്കാരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും മാറിപ്പോവുകയില്ലെന്ന് മാത്രമല്ല, അത് യഥാർത്ഥ അലങ്കാരമായി ദൈവത്തിന് മുമ്പിൽ കാണപ്പെടുകയും ചെയ്യും. അപ്പോൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ദൈവത്തിന് വിളങ്ങേണ്ടതിനാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം, നിങ്ങൾ തലമുടി പിന്നരുതെന്നോ പൗഡർ ഇടരുതെന്നോ വസ്ത്രം ധരിക്കുമ്പോൾ ഇന്ന വില എന്ന് വെക്കരുതെന്നൊന്നും പ്രമാണമായിട്ട് പറയാൻ സാധ്യമല്ലെങ്കിലും, അല്ലെ പൊന്നണിയുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒരു പ്രമാണം ആയിട്ടല്ല ഇത് പറയുന്നത്. നിങ്ങൾ നോക്കേണ്ടത് എപ്പോഴും അകത്തെ അലങ്കാരമാണ്, പുറത്തെ അലങ്കാരമല്ല എന്ന് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻസിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് മുൻപിൽ എപ്പോഴും പ്രസാദമായത് നുറുങ്ങിയൊരു ഹൃദയമാണ്, പുറമെയുള്ള അലങ്കാരങ്ങളോ അലങ്കാരമില്ലായ്മയോ അല്ല. നമ്മൾ ഹൃദയത്തിൽ അകത്തെ മനുഷ്യൻ ദൈവത്തിൻ്റെ അടുത്തടുത്ത് ചെല്ലും തോറും ഈ പുറമെയുള്ള അലങ്കാരങ്ങൾ നമുക്ക് വേണ്ട എന്ന് തോന്നും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യമല്ല വേണ്ടെന്ന് തോന്നുന്നത്. എല്ലാ അലങ്കാരങ്ങളോടും നമുക്കങ്ങനെ തോന്നും. കാരണം കർത്താവ് നമ്മെ സ്നേഹിച്ചിരിക്കുന്നത് നമ്മൾ എന്തവസ്ഥയിലാണോ ആ അവസ്ഥയിൽ തന്നെയാണ്. ഒരുപക്ഷെ നാട്ടുകാർ നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിലും, നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിലും, നിങ്ങളെ മനസ്സിലാക്കുന്നൊരു ദൈവം ഉള്ളതുകൊണ്ട് ആ ദൈവം എങ്ങനെയാണോ നിങ്ങളെ സൃഷ്ടിച്ചത് ആ അവസ്ഥയിൽ ദൈവം നിങ്ങളെ അറിയുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ലേഖനങ്ങളിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം, കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരും കർത്താവിൻ്റെ സന്നിധിയിൽ പരമാർത്ഥികളുമായിരിക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ബ്ലെയിംലെസ് ആയിരിക്കുക എന്നുള്ളതും ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ദൈവം ഈ ഒരു വഴിയാത്രയിൽ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.